അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. സംഭവം നമുക്ക് 2 പേർക്കും കണ്ണിന് ചെറിയ പണി കിട്ടിയത് കാരണം വീഡിയോ ഇടാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അനീഷണ്ണനും കണ്ണിന് ചെറിയൊരു പണി കിട്ടി, എനിക്കും കിട്ടിയായിരുന്നു. ചെങ്കണ്ണല്ല കേട്ടോ, അല്ലാണ്ട് എനിക്ക് സൈനസൈറ്റിസിൻ്റെ പ്രശ്നം വന്നിട്ട് കണ്ണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയി. അനീഷണ്ണന് വെറുതെ റോഡിൽ കൂടി പോയപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി കണ്ണിൻ്റെ കൃഷ്ണമണിക്കകത്ത് വീണ്. അങ്ങനെ അത് നല്ല കാര്യമായിട്ടൊരു പണി എന്നെ കിട്ടി. അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി എടുക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ഇത് നമുക്ക് അനീഷണ്ണൻ്റെ കണ്ണിൽ പൊടി വീണതിന് ശേഷമുള്ള വീഡിയോയാണിത്. സംഭവം അന്ന് പൊടി വീണതാണെന്നൊന്നും അറിയുന്നില്ല കേട്ടോ. കണ്ണെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് വലിയ കാര്യമൊന്നും ആക്കി എടുത്തില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ നേരെ പോയത് ആക്കുളത്താണ് കേട്ടോ. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് കയറിയത്. അവിടെ കയറി എൻ്റെ പൊന്നേ, ഇവരെല്ലാവരും ഈ എൻഡിലോട്ട് എത്തിയിട്ടും ഞാൻ ഇതുവരെ എത്തിയില്ല. ഞാൻ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഭയങ്കര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യക്കുട്ടന് പിന്നെ പേടിയെന്ന് പറയുന്ന സാധനമേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഊന്ന് പൊത്തിയടിയൊക്കെ അതും അങ്ങ് എത്തി. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും സ്കൈ സൈക്ലിങ്ങിന് പോവുകയാണ്. പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. കാര്യം അവനങ്ങനെ അത്യാവശ്യം പേടിയുണ്ടില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റൈഡുകളെല്ലാം അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ആളാണ്. എന്നാൽ നമുക്ക് 2 പേർക്കും നേരെ തിരിച്ചാണ്. നമുക്ക് 2 പേർക്കും അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ് ഇതിലൊക്കെ കയറാനായിട്ട്. ഇങ്ങനെ കയറിയതെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചൊക്കെ ഒന്ന് പിടഞ്ഞു. എനിക്ക് പേടിയായത് കൊണ്ടിട്ട് ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചാണ് കേട്ടോ അവിടെ വന്നത്. എത്രയും പെട്ടെന്ന് ഇങ്ങനെ എത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരിതിലായിരുന്നു. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അവൻ ചിരിച്ച് കൂളായിട്ടൊക്കെയാണ് അതിൽ പോയിട്ട് വന്നത്. പക്ഷേ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പോയിട്ടൊക്കെ അങ്ങനെ ആദ്യക്കുട്ടൻ വന്ന് അതിന് ശേഷം ഈ ഒരു സാധനത്തിൽ കയറി ഇരുന്ന് ഞാനും ആദ്യക്കുട്ടനും കൂടി കുറച്ച് സർക്കസൊക്കെ കാണിച്ചിട്ട് പിന്നെ തളർന്ന് നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ കുടിക്കാനായിട്ട് പോയി. അങ്ങനെ 3 പേരും 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങി ആ കുടിച്ച ക്ഷീണം മാറ്റാനായിട്ട് അനീഷണ്ണ ഇതിൻ്റെ മുകളിൽ കയറി കിടന്ന് കുതിര കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വേറൊരുത്തൻ കയറി കുതിര കാണിച്ചപ്പോൾ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നതിന് ഞാനും ഒത്തിരി കുന്തളിക്കട്ടെന്ന് വിചാരിച്ച് ഞാനും കാണിച്ചു. പിന്നെ ആദ്യക്കുട്ടൻ്റെ കൂടെ ഇരുന്ന് മത്സരം കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിൻ്റെ കൂടെ ഇരിക്കാതെ എൻ്റെ കൂടെ വന്നിരുന്ന് മത്സരിക്കാൻ. അങ്ങനെ ഞാൻ തോറ്റു ഗൈസ്. അങ്ങനെ അവിടെ വന്നിരുന്ന് ക്ഷീണിച്ചതാ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മലബാർ കിസ്സേ കയറിയിട്ട് ഓരോ മന്തി കഴിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചത് അഫ്ഗാനി അൽഫാം മന്തിയാണ് കഴിച്ചത് കേട്ടോ. സെറ്റ് ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി ബ്രൂണോയ്ക്ക് ഒരു ഷവർമ വാങ്ങിക്കാനായിട്ട് കയറി. ബ്രൂണോയ്ക്ക് ഷവർമ വാങ്ങി വീട്ടിലോട്ട് പോയി.